ഇതൊക്കെ അകത്തേക്ക് വെക്കുക. ജോസേ എന്തോ അത് പിന്നാമ്പുറത്തേക്കൊക്കെ പോകട്ടെ. അയ്യോ മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. നിങ്ങളൊക്കെ ആരാ? എന്താ വേണ്ടത്? ഞങ്ങള് അല്ല ക്ഷീണിച്ചതായിട്ട് ഓർമ്മയില്ലല്ലോ. ഞങ്ങള് കുറച്ച് ദൂരേന്ന് വരിക. ദൂരെന്ന് പറയുമ്പോ അങ്ങ് അമേരിക്ക വരെ വരുവോ? അത്ര വരുമോ? അത്ര വരില്ല. ഹലോ ഹലോ മാലുന്റെ കല്യാണത്തിന് വന്നവരാ, എന്റെ ഫ്രണ്ട്സാ. കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. കുഞ്ഞമ്മാവനല്ലേ? അതെ, അതൊക്കെ മനസ്സിലായി. പഠിക്കുന്ന കാലത്ത് സുധി കുഞ്ഞമ്മാനെ കുറിച്ച് പറയാറുണ്ട്. എങ്ങനെ പറയാതിരിക്കും? ഇവന്റെ അച്ഛൻ മരിച്ച പിന്നെ ഇവനെ വളർത്തിയെടുത്ത ഞാനല്ലേ. ഫീസ് അടക്കാൻ ക്ലാസ്സിന് പുറത്ത് നിർത്തുമ്പോഴാ കൂടുതലും പറയാറ്. അല്ലേ ഇറക്കിയില്ലേ? പണിയെടുക്കാതെ എല്ലാം കൂടെ തിന്നാൻ വന്നിരിക്കുക. കുഞ്ഞമ്മാവൻ ഇങ്ങനെയാ. വാ, നിങ്ങൾ അകത്തേക്ക് വാ. എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? പറയാം. വിദ്യാഭ്യാസമൊക്കെ എപ്പടി? പഠിച്ച് ഇവൻ അവിടുത്തെ സാറാവുന്ന അതോടെ. നിന്റെ പെങ്ങളെവിടെ? ഇത് കൊടുക്കാനാ. ആ പിന്നാമ്പറത്തെ കോലയിൽ ബൾബിടാൻ പറഞ്ഞു. ഇതാ വരുന്നു. നിങ്ങൾ ചെല്ലേ അകത്തേക്ക് എന്ന ഇടത് വശത്തെ ആദ്യത്തെ മുറിയാ. ഞാൻ ഇപ്പൊ വരാം. അതെ, പഠിച്ച് സാറല്ലടാ, എന്നെ കൊടുത്ത് പറയിപ്പിക്കണ്ട. കേരടാ. ഏയ്, നമ്മളിപ്പോ കേറി ആകെ ചളാവോ. എന്നെങ്ങനെതാ ഞാൻ കൊടുക്കാം. വേണ്ട, നമുക്ക് പിന്നെ കൊടുക്കാം. വാ. എന്നിട്ട് അവളെ കണ്ടില്ലേ? കണ്ടു. അവിടെ ഭയങ്കര തിരക്കാ. നീ തന്നെ കൊടുത്താ മതി. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇത് തന്തപ്പടി കാണണ്ട. അയ്യോ പരമദ്രോ, എല്ലാം നശിപ്പിച്ചു. എന്തിനാണ് അത് ഇതിനകത്ത് തലയിട്ടത്? ശർക്കര വരട്ടി എന്നെ കാണാണ്ട് ഇതിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചാ ഞാനത് മാത്രമേ എടുത്തോളൂ. അപ്പോഴേക്കും ഇതെല്ലാം കൂടി എന്റെ തലയിൽ പടപടാന്ന് പറഞ്ഞു വീണു. സുധി, ഇവനെ പിടിച്ചോണ്ട് പോയി പറമ്പിൽ വല്ല മരത്തിൽ തളച്ചിട്. തളച്ചിടാൻ ഞാൻ എന്താ വല്ല ആനയിലിടൂ തന്റെ. കരണ്ട ചുട്ടി. ശർക്കര റൊട്ടി വേണമെങ്കിൽ എന്നോട് പറയാറുന്നില്ലേ? കുഞ്ഞമ്മാന്റെ മോനാ. അല്ല, ആ പോയത് എന്റെ തന്തയാ. അച്ചുട്ടി, ഇതൊക്കെ എന്റെ കൂട്ടുകാരാ. ഹലോ, ഇവിടെ ഇടൂ. ഏയ്, ഇവിടെ ഇടുവല്ല, ഹൗഡി ഇടൂ. എവിടെയെങ്കിലും നമുക്ക് ഇട്ടാൻ പോരെ. ഇതല്ല ഞാനും വിട്ടതാ. അല്ലേ, ഒന്ന് നന്നായി ഊതിക്കോട്ടോ. അതിന്റെ ഉള്ളിൽ വല്ല പാറ്റ പൈതരണേ പൊക്കോട്ടെ. ആ ചായയുടെ അസുഖം അങ്ങോട്ട് മാറട്ടെ. ഒന്ന് മര്യാദക്ക് ഇട്. അതെ, അതിനകത്ത് തിളച്ചിരിക്കുന്ന പച്ചവെള്ളമല്ല, പനിനീരാ. വില ഇത്തിരി ജാസ്തിയാ. ഓരി ഒഴിക്ക. എന്താ ധാരയാ? തണ്ട ഞാൻ കുത്തുട്ടോ. ഓഹോ, ഇവന് നിളകാതിരുന്നാ മതിയായിരുന്നു. ആരാ ഇവനെ ഒന്ന് ശ്രദ്ധിക്കുക, എന്റെ ഉത്തരാളി അമ്മേ. ആഹാ, അപ്പൊ ഞാൻ അറിയണ്ട വേറെ അമ്മ ഉണ്ടല്ലേ. തണ്ട ആള് കൊള്ളാലോ. ഇതിപ്പോ ഇലയിട്ടിട്ട് അരി വെക്കാൻ പോയ പോലായി. നിനക്ക് ആ പണം നേരത്തെ വാങ്ങി വെക്കായിരുന്നില്ലേ? വെക്കാമായിരുന്നു. പക്ഷെ മരക്കാട് മുതലാളിയുടെ കയ്യിലിരിക്കുന്ന കാശ് നമ്മുടെ കയ്യിലേക്കൊന്നും കിട്ടണ്ടേ? ഒന്നും പേടിക്കാനില്ല. പണവുമായിട്ട് പരമേശ്വരൻ ഇപ്പൊ എങ്ങനെത്തും? മരക്കാട് മുതലാളിയുടെ വാക്കാ. കുഞ്ഞമ്മാൻ ഇത്രയ്ക്ക് ഉത്തരവാദിത്വം ഇല്ലാണ്ട് പോയല്ലോ. ആ, പരമേശ്വരൻ വന്നല്ലോ. മരക്കാര് മുതലാളി നമ്മളെ ചതിച്ചു. കാശ് റെഡി ആയിട്ടില്ല. അയാള് വിചാരിച്ചെന്ന് തരാൻ പറ്റില്ല അത്രേ. അടുത്ത ആഴ്ച തരാന്നാ പറയുന്നത്. ഈശ്വരാ, ചതിച്ചോ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഹലോ, ചെക്കനാണല്ലേ? ഞാൻ പെണ്ണിന്റെ മുറച്ചെറുക്കനാ. പണ്ട് എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞതാ. വലുതായിപ്പോ എന്നെ പറ്റിച്ചു. നല്ല പെണ്ണാ, പക്ഷെ എന്റെ അത്ര ബുദ്ധിയില്ല. നീ എടുത്തോ, പക്ഷെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു തുടങ്ങണട്ടാ. ഈ മണ്ടർ ഒന്ന് കുളവാക്കുമെന്നാ തോന്നേ. ആ സുധീത് എവിടെ പോയി കിടക്കാ? നീ ഒന്ന് പോയി വിളിച്ചേ. നേരത്തെ ഇങ്ങനെ തുലാവെള്ളത്തിന്റെ വെപ്രാളം കാണിക്കാണ്ട് മാലുവിന്റെ അടുത്ത് പോയിരിക്കുക. സുധി, ചെറുക്കനും പറഞ്ഞ് നിന്നെ കത്ത് മുറ്റത്ത് നിൽക്കുക. ആ, നീ അങ്ങോട്ട് കയല്ലേ. നിശ്ചയത്തിന് വരാൻ പറ്റിയില്ല. ഈ വീട്ടോത്തോണ്ടാ. ലോഹ്യ ചോദിക്കലൊക്കെ പിന്നെ ആവാം. മുഹൂർത്തത്തിന് സമയമായി. വരൂ. ശരിക്കും തെളിക്കിട്ടോ മണൊക്കെ ഒന്ന് പോട്ടെ. അതെ, എന്താണ്? നമുക്ക് ചെറുക്കന്റെ അച്ഛനൊന്ന് കാണണ്ടേ? ആ, കാണലൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഉറപ്പിച്ചത്. ആ കാണല് പോരല്ലോ. ഇതിനു മുമ്പ് നമുക്ക് ആ ചടങ്ങ് അങ്ങോട്ട് നടത്താം. ഏത് ചടങ്ങ്? ശ്രീധനപ്പണം എണ്ണി പെട്ടിയിലാക്കി തരുന്ന ചടങ്ങേ. മറന്നുപോയോ? 2 ആഴ്ച മുമ്പ് തരാന്ന് പറഞ്ഞതല്ലേ. അപ്പ പറഞ്ഞു പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് പന്തലി തരാന്ന്. എടുക്കുക, കാശ് എടുക്കുക. എണ്ണി തീരുമ്പോഴേക്കും മുഹൂർത്താവും. അത് എണ്ണാനൊക്കെ നിന്നാ നേരെ ഏറെയാവും. കെട്ട് നടക്കട്ടെ ആദ്യം. ആദ്യം പറഞ്ഞ സ്ത്രീധനപ്പണം വെക്കുക.
അതുവരെ കെട്ടവിടെ നിൽക്കട്ടെ. താലി കെട്ടാൻ വരട്ടെ. പറഞ്ഞ പൈസ പൈ തീർത്ത് കിട്ടണം. ആര് പറഞ്ഞു തരില്ലാന്ന്? ഇത് തരാനും വാങ്ങാനും ഒക്കെ ഇരുത്താ മുഹൂർത്തം അങ്ങോട്ട് തെറ്റും. തെറ്റണേ അങ്ങോട്ട് തെറ്റട്ടെ, മുഹൂർത്തം ഇനി ഉണ്ടാവും. അങ്ങനെ പറയരുത്. പൈസക്ക് ഇത്തിരി ടൈറ്റായി. തരാമെന്ന് പറഞ്ഞ ആള് പറ്റിച്ചു. അല്ല, കെട്ട് കഴിഞ്ഞാലും വാങ്ങാലോ. ആ ശീലം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞ വാക്ക് വാക്കാ. ഒച്ച വെക്കരുത്, ആളുകൾ കേൾക്കും. കേൾക്കട്ടെ ആളുകൾ. കുഞ്ഞിരാമന്റെ നെറികേട് ഇനി ഒരു അവധിയില്ല. പൈസ തന്നിട്ട് മതി കല്യാണം. സ്ത്രീധനം കടം നിർത്തി തന്ന അതിന്റെ കേട് ഞങ്ങൾക്കാ. ഇനി ഞങ്ങളുടെ കഷ്ടകാലത്തിന് പെണ്ണെങ്ങാനും വല്ല സ്റ്റൗവും പൊട്ടിത്തെറിച്ച് ചത്താ പിന്നെ ഭർത്താവും അമ്മായിച്ചനും ജയിലിൽ കയറേണ്ടി വരും. എന്റെ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കരുത്. തറവാടിന്റെ മാനം പോണ കാര്യ. മാനം ഉള്ളവർക്കല്ലേ മാനം പോകുന്നുള്ള ആദ്യം വേണ്ടു. പറഞ്ഞു പറ്റിച്ച് പെണ്ണ് കെട്ടിക്കാമെന്ന് വിചാരിക്കണ്ട. മോനെ, ഇവൻ എന്റെ മോനാടോ. ഓശാരത്തിന് കെട്ടോടാ എനക്ക് വേണ്ട. ഒന്ന് വന്നേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. അതെ, നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ ചങ്ങാതി. പണത്തിനേക്കാളും പ്രധാനമല്ലേ കല്യാണം? പണം ഞങ്ങൾക്ക് അത്ര നിസ്സാരല്ല. ഈ കല്യാണം ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇനി ഒരു കല്യാണം ഉണ്ടാവില്ലെന്ന അവിടെ ജാതകത്തിൽ. പൈസയുടെ കണക്ക് പറഞ്ഞ് ഈ കല്യാണം മുടക്കരുത്. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കേണ്ടത് അച്ഛനും അമ്മയല്ല, നിങ്ങളാ. എനിക്ക് എന്റെ അച്ഛനമ്മയെ ധിക്കരിക്കാൻ പറ്റില്ല. ധിക്കരിക്കണ്ട, അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാലോ. താനിപ്പോ സ്റ്റാൻഡായിട്ട് നിന്നുണ്ടെങ്കിൽ അവരെന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും. എന്നോട് ഒന്നും പറയണ്ട. എന്തായാലും അച്ഛന്റെ തീരുമാനം വലുത്. എടോ, താനൊക്കെ ഒരാണാണോ? മൂക്കിന്റെ തല മീശം വെച്ച് നടക്കണു. ആണുങ്ങളായാലേ കുറച്ചൊക്കെ നട്ടല് വേണം. അല്ല താനാരാ? താൻ എത്ര വലിയ ആണാണെങ്കിൽ താൻ പോയി കെട്ടറോ. തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഞാൻ കെട്ടിയന്. എങ്കിൽ താൻ കെട്ടറോ. ഞാൻ കെട്ടും. എന്റെ മോൾക്ക് മാനക്കരുണ്ടാക്കരുത്. വസ്തു വിറ്റിട്ടെങ്കിലും 2 ദിവസത്തിനകം ഞാൻ അവിടെ കാശെത്തിച്ചോളാം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. കണ്ണീര് കാണിച്ച് മോളെ ചെലവാക്കാൻ നോക്കാം. കയ്യിന്നല്ല, ഈ ചെക്കൻ നമ്മൾ തലേന്ന് പോയി തണ്ടേ. ഓണം ചെറ്റേ, നിനക്ക് തരാനുള്ള പെണ്ണില്ലടാ. ഓനെ കൊണ്ട് വല്ല കാശുള്ള പട്ടിനെ തൊടലിട്ട് കെട്ടണ പട്ടി. ഇനി ഇവിടത്തെ പെണ്ണിനെ കെട്ടാൻ ഞങ്ങളുടെ പട്ടി വരും. എന്താടാ നോക്കിയിരിക്കണത്? വിളിച്ചിരിക്കാണ്ട് വാടാ. പോവാണോ? നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം. വിടറോ. ഇനി എന്ത് പറഞ്ഞു തീർക്കാൻ? പറഞ്ഞു തീർത്തത്തോളം മതി. എല്ലാം നശിപ്പിച്ചല്ലോടാ നീ. മാലൂരിന്റെ കല്യാണം മുടക്കിയില്ലേ? പോയി മാപ്പ് പറഞ്ഞവരെ വിളിച്ചോണ്ട് വാടാ. എന്റെ പട്ടി പോവാ കോണ്ടനെ വിളിക്കാൻ. കണ്ടാര് പള്ളികൾക്ക് കെട്ടിച്ചോടക്കോടെ പെണ്ണില്ല. അവൾക്ക് ഇതിൽ നല്ല ചെക്കനെ കിട്ടൂടാ. എന്നാ പോയി വിളിച്ചോണ്ട് വാടാ രാജകുമാരനെ. കൊണ്ടുവരും, ഞാൻ കൊണ്ടുവരും. രാജകുമാര, കുട്ടാട്ട കേട്ടും മാലൂല. കുട്ടാട്ടനാ മാലൂന്റെ രാജകുമാരൻ. വേണ്ട വേണ്ട, നമുക്ക് കെട്ടാം. എന്തായി കാണിക്കണേ? ഞാൻ എങ്ങനെയാ? കുട്ടേനല്ലേ പറഞ്ഞ മാലിന്റെ കെട്ടാന്ന്? കുട്ടേട്ട അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ ആ ചെക്കന്റെ തന്തട മോന്തക്കിട്ട് രണ്ടും പൊട്ടിച്ചേ. എന്നിട്ട് കുട്ടേട്ട വാക്ക് പറ. വാ, കുട്ടേട്ടൻ വന്നില്ലേ ഞങ്ങളുടെ അമ്മായി ചത്തു കൂട്ടോ. വാ, കുട്ടേട്ട വരാൻ. കൂട്ടുകാരന്റെയും അവന്റെ തറവാടിന്റെയും മാനവും ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇപ്പൊ നിന്റെ കയ്യിലാ. വിധി അതാന്ന് വെച്ചാ അങ്ങനെ തന്നെ നടക്കട്ടെ. മണ്ഡപത്തിലേക്ക് കയറുക. ചിരിച്ചി. ചിരിച്ചി. ചക്കര തരുന്ന പറഞ്ഞ ചക്കര തരും. ഒന്ന് ഇറങ്ങി നിൽക്കടാ അങ്ങോട്ട്. കല്യാണം എന്നുണ്ടാവില്ല കേട്ടോ. കേട്ട് ഞാൻ. ഒന്നിങ്ങി വന്നേ. എന്താ നിങ്ങൾ എന്തായി കാട്ടണേ? മിണ്ടി പോകരുത്. കാരണവന്മാർ ചെയ്തു വെച്ച സുഹൃത്തം അതാ മന്ദബുദ്ധിക്ക് ഇപ്പിക്കിന്റെ ബുദ്ധി തോന്നിയത്. ആ ഓമനക്കുട്ടന് ബോധോദയം പറഞ്ഞതിന് മുമ്പ് കാര്യങ്ങൾ നടക്കട്ടെ.
എഞ്ചിൻ ഓഫ് ചെയ്തോ, എഞ്ചിൻ ഓഫ് ചെയ്തോ. ദേ കൈമൾ മാഷ്. നമസ്കാരം. ആ കൈമൾ മാഷല്ലേ? ഉവ്വ. മാഷെ ഞാൻ അറിയും. കൈമൾ മാഷ് തന്നെ, പക്ഷെ മാഷ ഞാൻ അറിയില്ലോ. അറിയാൻ വഴിയില്ല. ആ. അത്രക്ക് അറിയപ്പെടുന്ന ആളൊന്നുമല്ല ഞാൻ. പക്ഷെ ഇനി അറിയും. അറിഞ്ഞാ പിന്നെ മറക്കേ ഇല്ല. ഈ ചുറ്റുവട്ടത്ത് ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല. വഴിതെറ്റി വന്നാ വഴിയൊന്നും തെറ്റിയിട്ടില്ല. നേർവഴിക്ക് തന്നെയാ വന്നത്. പുളിക്കത്തറവാട്ടിലാ കല്യാണം നടന്നത്. ആഹാ, എത്തിയോ വാനരന്മാര്? എന്റെ ജാമ്യത്തിലാ നമ്പീശൻ ഓമനക്കുട്ടനെ കല്യാണം കൂടാൻ വിട്ടത്. എവിടെ അവൻ? കാറിന്റെ മുൻസീറ്റിലുണ്ട്. ഞാനിവിടെ ഉണ്ട്. നീ എന്താടാ ഇവിടെ ഇരിക്കണേ? മാഷെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. എന്റെ ഗുരുവായൂരപ്പ ചതിച്ചുവോ? ചതിച്ചത് ഗുരുവായൂരപ്പനല്ല, മറ്റേ ചെറുക്കന്റെ വീട്ടുകാരാ. അപ്പോഴാ ദൈവദൂതനെ പോലെ ഓമനക്കുട്ടനെത്തിയത്. ദൈവദൂതനല്ലോ, ഇവനെന്റെ യമദൂതനാണ്. എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി, ഞാനിനി എവിടെ പോയി വിളിക്കാം? മാഷെ, എന്റെ കൈവിടരുത്. ഇപ്പൊ എന്റെ കൈ വിടുക. ഇനി നീയായി നിന്റെ പാടായി പൊയ്ക്കോളൂ. അയ്യോ, അങ്ങനെ പറയരുത്. എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ. ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും? പൊയ്ക്കോളൂ. ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാലത്തന്നെ തിരിച്ചു പൊയ്ക്കോളൂ. മാഷെ, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി ഞാൻ കാല് പിടിക്കാം. എന്നിട്ട് കാല് പിടിച്ച് വലിച്ചു കയറുക ഭീമനെ പോലെ. ഞാൻ നിന്റെ ഗുരുവല്ലേ, ഗുരുദക്ഷിണ ചോദിക്കുകയാണെന്ന് കൂട്ടിക്കൊള്ളൂ. നീ ദേവിയത് തിരിച്ചു പോവോ? അതെങ്ങനെ പോകാനാ? അച്ഛനും അമ്മയും എവിടെ വെച്ചാ വിളിക്ക്. അരിയും പൂവെറിഞ്ഞ് മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് പെണ്ണിനെ അകത്തേക്ക് കേട്ടാ പറയേ. ഒന്ന് ഇറങ്ങി പോണോ? അരിയും പൂവും കൊണ്ടല്ല നമ്പീശൻ തന്നെ എറിയാൻ പോണത്. അയ്യോ അച്ഛൻ, അയ്യോ, ഇനിയുള്ള എന്റെ ജീവിതം മാഷിന്റെ മിടുക്ക് പോലെ ഇരിക്കും. വരട്ടെ. ഇതാണോ അച്ഛൻ? അല്ല, നീ എവിടെ പോവാ? മൂത്രമൊഴിച്ചിട്ട് വരാം. വേഗം വാ, എനിക്ക് പോണം. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമസ്കാരം. നമസ്കാരം. ആരൊക്കെ വിരുന്നുകാര്? വിരുന്നുകാരല്ല, കല്യാണക്കാരാ. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. എവിടെ ഉള്ളവരാ? ഞങ്ങൾ ഇനി ഈ വീട്ടുകാരാകാൻ പോവുക അല്ലേ പക്ഷേ? അതെ, ഇവിടെന്ന് വെച്ചാ? അല്ല, ഇവിടെയൊക്കെ തന്നെ ആ. നമ്മുടെയൊക്കെ പരിസരത്ത് ഇങ്ങനെ. അതാ ഞാൻ തന്നോട് ചോദിച്ചേ, ഈ പരിസരത്താരാ ഇങ്ങനെ രഹസ്യമായിട്ട് കല്യാണം? അയ്യോ, രഹസ്യമായിട്ടല്ല, പരസ്യമായിട്ട് ഈ കുഞ്ഞിരാവിനെ നടത്തിയത്. നല്ല അന്തസ്സായിട്ട്. സംശയമുണ്ട്, ചെക്കനോട് ചോദിച്ചു നോക്ക്. ചെക്കൻ എവിടെ ഉള്ള? അല്ല, ചെക്കൻ ഈ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ. ഈ പരിസരത്ത് വെച്ചാ? ഇനി വന്നേ. അതെ, കാലമൊക്കെ മാറിയിരിക്കണം നമ്പീശ. ആ. കലികാല ഇപ്പൊ. അതുകൊണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ച് നമ്പീശം വേണം ആശ്വസിപ്പിക്കാൻ. ഒരു വാക്ക് തന്നെ നേരത്തെ ഒന്ന് പറയണ്ടോ? അല്ല, എന്തുകൊണ്ട് ചെയ്യാറുണ്ടല്ലോ നമുക്ക്? പറയാനുള്ള സന്ദർഭം കിട്ടിയില്ല, വളരെ പെട്ടെന്നായിരുന്നു. അത് ശരി. അതെ, നല്ല ബുദ്ധിയുണ്ടെന്ന് ആലോചിക്കുക. ആ. ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ്മാ ചെയ്തെന്ന് വിചാരിക്കുക. നമ്പീശൻ എന്താ ചെയ്യാ? ഓമനക്കുട്ടനോ? ആ. ഓമനക്കുട്ടനാണ് ചെയ്തെങ്കിലുണ്ടല്ലോ, രണ്ടിനെ അരി ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും, അറിയാവോ? അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്തേന്നും പറഞ്ഞ് എന്തോ ജീവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ മരിക്കണോ ജീവിക്കണോ എന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും. എന്തിന്? ഇത് ഓമനക്കുട്ടൻ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കണ പെട്ട കുട്ടന്റെ അച്ഛ കല്യാണം മുടങ്ങി നാട്ടുകാരുടെ മുമ്പില് കൂട്ടുകാരന്റെ തറവാടിന്റെ മാനം കെടുന്ന ഘട്ടത്തിലാണ് ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. വീട് ഏതാണെന്ന് വെച്ചാൽ അവരെ അനുഗ്രഹിച്ച് അകത്തേക്ക് കയറ്റിയാട്ടെ. മിണ്ടിപ്പോരുത്. തോന്നിയാസം കഴിഞ്ഞിട്ട് ഒരുമാതിരി അടിച്ച് പല്ലിയങ്ങളെ. കല്യാണം കൂടെ വന്ന ചെക്കന്റെ വില പെണ്ണിനെ കെട്ടിവെച്ചിട്ട് കുടുംബ മഹിമ പറയുന്നോ? ഇപ്പൊ ഈ നിമിഷമാണ് ഇവിടുന്ന് തന്റെ പെടനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അവൻ പുറ കൊടുത്ത പെണ്ണായത്. അവൻ കെട്ടിയ താലിയായി കഴുത്തെ കിടക്കുന്നത്. ആരോട് ചോദിച്ചോടോ കെട്ടിച്ചത്? അവൻ അനാഥ ചെക്കനാന്ന് വിചാരിച്ചോ? അവനെ കുറിച്ച് എനിക്ക് എന്തറിയാം? +2 പഠിക്കുന്ന ചെക്കനെ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചിട്ട് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പെൺകുട്ടിയെ അകത്ത് വിളിച്ചു കൊണ്ടുപോവുക. താനും മേടിക്കാടി. താൻ ഒറ്റ ഒരുത്തം കാണാൻ ഇതൊക്കെ ഉണ്ടായത്. ഇതിനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചുതരാം. തന്നെ തന്നെ തറവാട്ടുകാരെ മുഴുവൻ ഞാൻ കോടതി. പക്ഷേ അവളുടെ കഴുത്തി കിടക്കുന്നത് നമ്മുടെ മോൻ കെട്ടിയ താലിയ. അത് കെട്ടിയത്ര എളുപ്പത്തില് പറിച്ചറിയാൻ പറ്റില്ല. എങ്ങോട്ടാ? ഞാൻ അകത്തേക്ക്. താൻ പോകണ്ട. ഇനി ഈ ബന്ധത്തിന്റെ പേരും പറഞ്ഞ് താനോ തന്റെ തറവാട്ടിൽ ആരെങ്കിലും ഈ പടി ചവിട്ടി അരിഞ്ഞു കളഞ്ഞൻ. വിഷമിക്കണ്ട. എനിക്ക് സന്തോഷായി മാഷെ. കുറച്ച് മനപ്രയാസം ഉണ്ടായെങ്കിലും അവക്ക് ഭാഗ്യം ഉണ്ടായല്ലോ. മാതിരി എനിക്കെന്നാണാവോ ഇങ്ങനൊരു ഭാഗ്യം ഉണ്ടാവുക? വിഷ്ണു ശശിവർണം ചതുർഭുജം
അനന്തശയനം മതിയാക്കുക. നല്ല ഉറക്കം കിട്ടിയോ? ആ ഉറങ്ങിപ്പോവും. സ്വയംവരം കഴിഞ്ഞാന്റെ ക്ഷീണം കാണും. ഇന്നലെ ഞങ്ങൾ നിന്നെ എവിടൊക്കെ അന്വേഷിച്ചെന്നറിയോ? നീ വല്ല കടുകയും ചെയ്യുമോന്നായിരുന്നു അമ്മയുടെ പേടി. നീ അത്ര ശുദ്ധനല്ലാത്തോണ്ട് എനിക്കാ പേടിയില്ലായിരുന്നു. ശവത്തെ കുത്തരുത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞപ്പോ അത് നിന്റെ കല്യാണത്തിനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തതെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. അച്ഛൻ അയ്യോ, എന്താ പക്ഷേ? ഹേയ് ഒന്നുമില്ല. വെട്ടുപോത്ത് വെട്ടാൻ മരണു പറയുമ്പോ ആരാടോ ഞെട്ടാത്തത്? അച്ഛൻ എന്ത് പറഞ്ഞു? എടാ ശിവശിവാ, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊന്നും നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഗുരുനാഥൻ എന്ന നിലയ്ക്ക് എനിക്ക് വിഷമമുണ്ട്. അത്രയ്ക്ക് വിളേച്ച